ஹாய் கைஸ், என்னையும் திமுத்தியும் வந்து வெளியில் படிட்டாங்க. ஏன்னா நாங்கள் 10-11 மணிக்கு தான் வந்தோம். எத்தனை மணிக்கு ஆச்சு டைம்? மணிக்கு 10-12 ஆச்சு. ஸோ எங்களை கழுத்து பிடிச்சி வெளியில் தள்ளிட்டாங்க. நாங்கள் பார்த்துக்கலாம், அங்கே ஒருத்தர் இருக்கான், அவனை மட்டும் அடிக்காமல் விடக்கூடாது. பார்த்துட்டு தான் இருக்கான். எல்லாரையும் உள்ளே கேட்டு, எங்களை மட்டும் கேட்டில்ல, எல்லாம் உள்ளே இருக்காங்க, நாங்கள் மட்டும் வெளியில் இருக்கோம். மதி டாட்டா காய்ஸ். நாங்கள் இப்போ ஃபைனலி உள்ளே வந்துட்டோம், பார்த்துக்குங்க. இதுக்கப்புறம் நாங்கள் ஒர்க்கில் ஃபுல் സിൻസിയറാக இருக்க போகிறோம். ഹലോ ഗായ്സ്, നിങ്ങളെന്താ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ കോളേജ് ടൂർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഗൈസ് എൻ്റെ കോളേജിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ഇതുവഴി ഈ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഒരു 1.5 കിലോമീറ്റർ അങ്ങ് പോകണം. ഇതാണ് കോളേജിൻ്റെ രണ്ടാമത്തെ എൻട്രൻസ്. ഇത് കഴിഞ്ഞ് ഒരു അട്ടിക്ക് ഒരു 2-3 ഹോസ്പിറ്റലുണ്ട്. അത് കാണുന്നുണ്ടോ? അതായത് ഇത് എമർജൻസി വാർഡ്, എന്തൊക്കെയോ ഹോസ്പിറ്റലുണ്ട്. സൈഡിൽ ഫുള്ള് കടകളാണ്. പിന്നെ ക്യാൻറ്റീനുണ്ട്, പിന്നെ ചായക്കടയുണ്ട്, അങ്ങനെ പലതരം കടകളുണ്ട്. പിന്നെ സൈഡ് ഫുള്ള് ഹോസ്പിറ്റലാണ്. എന്തിനാണെന്നോ ഇത്ര ഹോസ്പിറ്റൽ? അതവിടെ ഫുള്ളും പാർക്കിംഗ് അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഹോസ്പിറ്റലാണ്, മെയിൻ ഹോസ്പിറ്റൽ. അല്ലേ, കുറേ ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് 3ാമത്തെ എൻട്രൻസ്. ഈ 3ാമത്തെ എൻട്രൻസ് എന്ന് കഴിഞ്ഞ് 2 കിലോമീറ്റർ വീട് നടക്കണം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്. ഇവിടെയാണ് ചെക്കിങ് നടക്കുന്നത്. ഐ ഡി കാർഡില്ലെങ്കിൽ കയറ്റത്തില്ല. ഇത് കഴിഞ്ഞ് കയറി പോകുമ്പോഴത്തേക്കും കാണുന്നതാണ് ഡെൻ്റലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഇവിടെ ഈ കോളേജിൽ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്തിനാണെന്നോ എന്തോ. പിന്നെ ഇങ്ങനെ വളഞ്ഞ് പോകുമ്പോഴത്തേക്കും എന്താണ്, നമ്മളെ ഈ സൈഡിൽ കാണുന്ന ഈ സ്റ്റെപ്പിൻ്റെ വെള്ളം വരുന്ന സ്റ്റെപ്പ് കണ്ടിട്ടാണ് ഞാൻ ഈ കോളേജിൽ ചേർന്നത്. അയ്യോ, എന്തിനാണോ എന്തോ. എന്താണ് ഇത്ര പിള്ളേരെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. ഇതാണ് നെസ്കഫേ. അവിടെ കുറച്ച് ക്യാൻറ്റീൻ ഏരിയയാണ്. പിന്നെ എന്തുവാ, മിങ്കോസ് ഉണ്ട്. അങ്ങനെ കുറേ കടകളുണ്ട്. ഞാൻ വിശദമായിട്ട് ഇത് കഴിഞ്ഞിട്ട്, ഞാനിപ്പോൾ ക്ലാസ്സിൽ പോണ വഴിയാണ്, അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ എൻ്റെ അകം ഫുള്ളും കാണിച്ചു തരാം. ഓക്കെ, വാ പെട്ടെന്നാവട്ടെ, വാ. ഇതൊന്നും കാണിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതാണ് എൻ്റെ ഇതൊരു ക്ലാസ്. ഇതിൻ്റെ അകത്തൊന്നും കയറി കാണിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല ഗൈസ്. ഇതാണ് എൻ്റെ ക്ലാസ്. ഇനി ഇവിടെ അങ്ങോട്ട് വേറെ ക്ലാസ്സുകളുണ്ട്. ഇതൊക്കെ ഒഴിഞ്ഞ സ്ഥലം, അത് കൂട്ടിയിട്ടുണ്ട്. പെട്ടെന്നോ കോളേജ് ടൂർ ഇതാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങുമ്പോഴുള്ള സ്ഥലം. ഇതൊന്നും കാണിക്കണ്ട. ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ പഴയ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. തിമോത്തി ബോബ. ഇതാണ് എൻ്റെ പഴയ ഡിപ്പാർട്ട്മെൻറ്റ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ അവർ ഞങ്ങളെ മാറ്റി. ഇതിപ്പം ഫാർമറ്റോളജിക്ക എന്താ സംഭവം. ഇവിടെയായിരുന്നു എൻ്റെ പഴയ ഡിപ്പാർട്ട്മെൻറ്റ്. അതിമനോഹരമായ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ. ഓക്കെ, ബാടാ ബാക്കി അത് ഗ്രൗണ്ടാണ്. ഇനിയുണ്ട്. ഞാനിങ്ങനെ ഓടി നടന്ന് എനിക്ക് വയ്യ. ഇതാണ് വേറൊരു ഗ്രൗണ്ട്. ഇതാണ് വേറൊരു ഗ്രൗണ്ട്. ഇത് ചിന്ന ഗ്രൗണ്ട്, മറ്റേത് പെരിയ ഗ്രൗണ്ട്. ഇതാണ് ആർക്കിടെക്ചറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. കാണിക്കാം. ചടപടയാണ്. ഇവിടെയാണ് ഇങ്ങനെ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോടാ രാഹുലെ. പക്ഷെ നമുക്ക് ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളതാണ് ഗൈസ്. പക്ഷെ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റത്തില്ല. അത് ഗേൾസ് ഹോസ്റ്റൽ കാണിച്ചിട്ട് എന്തോന്ന് ആർക്കിടെക്ചറൽ ഇത് സംതിങ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഗേൾസ് ഹോസ്റ്റലാണ്.
പിന്നെ ഇതിൽ കൂടിയാണ് നമ്മൾ എപ്പോഴും നടന്നു പോകുന്നത്. ഓക്കെ, அங்கே தான் நர்சிங் கேர்ள்ஸ் ஹாஸ்டல் இருக்கு. அது நல்லா தெரியும் உனக்கு. ഇവിടെയാണ് വാളിബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്. ഇതിലും വലിയൊരു ഗ്രൗണ്ട് അവിടെ ഉണ്ട് മേളിൽ. പക്ഷെ അവിടെ ഇപ്പോൾ പോകാൻ പറ്റൂലല്ലോ, ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങൾ മാത്രം കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇവിടെ ഒരുപാട് ക്യാൻറ്റീൻസും ഇതൊക്കെ ഉണ്ട്. നെസ്കഫേ ഉണ്ട്, ക്യാൻറ്റീൻസ് ഉണ്ട്. വേറൊരു പുതിയ ബിൽഡിങ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അത് മാറ്റിയിട്ട് ഈ പീക്കിരി പിള്ളേരെടുത്ത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലാക്കിയിട്ട് നമ്മളെ എടുത്തിട്ട് ഓഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലാക്കി. ഇവിടെ കുറേ പട്ടികളുമായിട്ട് ഞാൻ കൂട്ടാണ് ഗൈസ്. പട്ടികളൊന്നും കാണുന്നില്ല. ഇതൊന്ന് BBA ഡിപ്പാർട്ട്മെൻറ്റ്. കാണാൻ ലുക്കുണ്ടെങ്കിലും പക്ഷെ കൊള്ളത്തില്ല. കാരണം ഞങ്ങളുടെ കുറേ ക്യാൻറ്റീൻസ് ഉണ്ടല്ലോ. വൺ ഓഫ് ദ ക്യാൻറ്റീൻ. ഇത് ഓരോ മാസവും ഓരോ സ്ഥലത്തായിരിക്കും ഈ കടകളൊക്കെ. ഇവിടെ നിന്ന് മാറി അപ്പുറത്തോട്ട് പോകും, അപ്പുറത്തുനിന്ന് മാറി ഇപ്പുറത്തോട്ട് പോകും. അങ്ങനെ ഉണ്ടോ, ഭയങ്കര ദൂരമാണ് ഗൈസ്. മെയിൻ ഗേറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തോട്ട്. എന്നിട്ട് ആ മൂന്നാമത്തെ ഗേറ്റിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്. കണ്ടോ, ടേസ്റ്റി കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു ടേസ്റ്റും കാണൂല ഇവിടെ. നമുക്ക് ഇനി നമ്മുടെ ഇതായിട്ട് മിങ്കോസിപ്പ് ചായ കുടിക്കാം. കാണുന്നുണ്ടോ, അതാണ് ഗണേശ സർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് മിങ്കോസ്. മിങ്കോസ് മാറ്റി എന്തോന്നാണ്, എന്തോ ഒരു കഫേ. അവിടെ കാണുന്നതാണ് നെസ്കഫേയും സാധനങ്ങൾ. ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം ആവേശം പറയാൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഈ കോളേജിലായിരുന്നു ഷൂട്ട് ചെയ്തത് ആവേശം. കണ്ടോ, നെസ്കഫേ എന്ന് പേര് മാത്രമേ ഉള്ളൂ, ഒരു ഒട്ടവും കൊള്ളൂല. ഓട്ടച്ചായാണ് അവിടെ. എന്നാലും കുടിച്ചല്ലേ പറ്റൂ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം.